Welcome to Tasty Buds. ഹായ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു. പിന്നെ ഇന്ന് നമ്മൾ പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് വേറൊന്നുമല്ല, ഞങ്ങളെ ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ് പൊന്നാനിയിലൊക്കെ ഉള്ളത്. മത്തി തപ്പ് വെച്ചത് എന്ന് പറയും. അത് വാഴയിലയിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് മത്തി തപ്പ് വെച്ചത് ഉണ്ടാക്കാം. മത്തി തപ്പ് വെക്കാൻ നമുക്ക് വേണ്ടത് ചെറിയ മത്തിയാണ് വേണ്ടത്. അധികം വലുപ്പമില്ലാത്ത മത്തിയാണ് ഏറ്റവും നല്ലത്. അത് കുഞ്ഞമത്തി എന്നൊക്കെ പറയും. ഇത് ഏകദേശം അതിനേക്കാളും കുറച്ചൊരു വലുപ്പമുണ്ട്, പക്ഷേ ഈ സൈസ് നമുക്ക് മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ കുറച്ച് സവാള ചേർത്ത് കൊടുക്കും. ഒരു സവാള ഞാൻ നീളത്തിൽ അരിഞ്ഞതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് ഇതുപോലെ 2 തക്കാളി ചെറുതായി അരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 5 പച്ചമുളക് കീറിയത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവ വേണം. ഉലുവയാണ്. ഇതാ നമുക്ക് കാണുന്നുണ്ടാവും. അതൊരു 1/2 ടീസ്പൂണ് അത് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കായമാണ്. കായം എന്ന് വെച്ചാൽ നമ്മൾ മുളകും പൊടിയിൽ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലൊക്കെ അരച്ച് ചേർത്തതാണ്. അപ്പോൾ അത് നമുക്ക് ഒരു ഏകദേശം 2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കണം. ഒരു 2 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് പുളിയുടെ വെള്ളമാണ്. അത് ഏകദേശം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ടമാരിൻ പേസ്റ്റ് ആണ്, ടമാരിൻ ജ്യൂസാണ്. ഇനി നമ്മളിതെല്ലാം കൂടി കൈ വെച്ചിട്ട് നന്നായി കുഴക്കാം. കൈ കൊണ്ട് തന്നെ ചെയ്യണം. ഇനി പേടിയുള്ളവരാണെങ്കിൽ നമുക്ക് എന്താ പറയുക, സ്പൂണ് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായി ഇതിൽ മിക്സ് ചെയ്യുക. പക്ഷെ കുറച്ച് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. ഉപ്പ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർക്കുക. ഞാൻ ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒന്നും കൂടി കുഴച്ച് കൊടുക്കുക. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ചേർക്കേണ്ട കുറച്ച് കറിവേപ്പില അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ മാരിനേഷൻ ആദ്യം ചെയ്ത് വെക്കണം. മത്തി തപ്പ് വെക്കുക എന്ന് പറയും അതിന്. അപ്പം നമുക്ക് ഈ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇനി നമ്മളൊരു വാഴയില മുറിച്ചിട്ട് ഞാനൊരു ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഒരു വാഴയില മുറിച്ചിട്ട് അത് നമ്മൾ ഇതിൽ വെച്ച് കൊടുക്കുക. അത് കമഴ്ത്തി ഇതുപോലെ കണ്ട ഈ ഭാഗം താഴേക്കാക്കിയിട്ട് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ മീനൊക്കെ ഇതിൽ വെച്ച് പരത്തി വെച്ച് കൊടുക്കുക. മീൻ നേരത്തെ നമ്മൾ ഇതാക്കി വെച്ചതൊക്കെ ഇതിലൊന്ന് പരത്തി വെച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് മീനൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. വാഴയിലയിൽ ചെയ്യുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. വാഴയിലേൻ്റെ ടേസ്റ്റും കൂടി ഉണ്ടാവും. മതി. ഇനി നമുക്ക് ഇതിന് മേലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അത് മതിയാവും. ഇനി നമുക്ക് എന്താ ചെയ്യുക, അടുത്ത സ്റ്റെപ്പ് ഞാൻ പറയാം. നമുക്ക് വാഴയില കൊണ്ട് തന്നെ ഇതിൻ്റെ മേൽഭാഗം മൂടി കൊടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം. ഇനി
ഇനി നമ്മൾ 2 ചെറിയ വാഴയില ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മേൽഭാഗം ഒന്ന് മൂടി കൊടുക്കുക. ചെറുതോ ഒന്ന് വലുതായാലും മതി, കുഴപ്പമില്ല. ഇങ്ങനെ മൂടി കൊടുത്തതിന് ശേഷം അതിന് അങ്ങനെ അമർന്ന് കൊടുത്തോളും. അതിനുശേഷം നമ്മൾ ഒരു വലിയ മൂടി ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കേണ്ടതാണ്. അങ്ങനെ മൂടി ഇടുന്നത് കാണാം. ഇനി നമുക്കിതൊരു മൂടി കൊണ്ട് നമുക്ക് അമർത്തി മൂടി കൊടുക്കാം. ഇനി അതങ്ങനെ കിടന്ന് വേവട്ടെ. അതിന് ശേഷം നമുക്ക് ഞാൻ കാണിച്ചിട്ട് എന്താ ചെയ്യുന്നതെന്നുള്ളത്. നമുക്കിത് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, വെള്ളം വറ്റിയിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത്. വെള്ളം വറ്റിയിട്ടുണ്ട്, കുറേയൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് നേരം കൂടി ഇത് വെക്കേണ്ടതുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായി കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഡിഷ് നല്ല സൂപ്പർ ഡിഷാണ്. കണ്ടോ, ഇലയൊക്കെ വാടി അതിൻ്റെ ഇലയുടെ മണമൊക്കെ നന്നായി വരുന്നുണ്ട്. മീനിൻ്റെ സ്മെല്ലും ഇലയുടെ സ്മെല്ലും കൂടി നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇതൊരു നാടൻ റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം, കമൻറ്റിൽ അറിയിക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.